പഹൽഗാം വിഷയം രാജ്യാന്തരവൽക്കരിക്കാനുള്ള പാക് നീക്കത്തിന് തിരിച്ചടി. പാകിസ്ഥാന്റെ തിരക്കഥ അംഗീകരിക്കാൻ UN സുരക്ഷാ സമിതി വിസമ്മതിച്ചു. ഭാരതവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്താൻ പാകിസ്ഥാന് ഉപദേശം നൽകി. മതത്തിന്റെ പേരിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചതിന് വിമർശിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണങ്ങളെയും ആണവ വെല്ലുവിളിയും സാഹചര്യം വഷളാക്കിയെന്നും അംഗങ്ങൾ വ്യക്തമാക്കുന്നു. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, അത് വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നത്. പഹൽഗാം വിഷയം രാജ്യാന്തരവൽക്കരിക്കാനുള്ള പാക് നീക്കത്തിന് തിരിച്ചടി നൽകിക്കൊണ്ടാണ് UN സുരക്ഷാ സമിതിയിൽ അംഗങ്ങളടക്കം വ്യക്തമാക്കിയിരിക്കുന്ന വിവരങ്ങൾ എന്താണ് ഗൗതം? ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു അന്വേഷണം എന്നൊക്കെയുള്ള നിലപാടിലേക്ക് പാകിസ്ഥാൻ പോയിരുന്നു. അതായത് UN-നെ ഉൾപ്പെടെ ഇടപെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണവും അതോടൊപ്പം തന്നെ ഇതൊരു മറ്റു രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഇത് തങ്ങളല്ല ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും പാകിസ്ഥാൻ നടത്തുന്നുണ്ടായിരുന്നു. അതിനിപ്പോൾ വലിയ തിരിച്ചടി UN സുരക്ഷാ സമിതിയിൽ പാകിസ്ഥാൻ നേരിടുകയാണ്. വലിയ വിമർശനമാണ് അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും സുരക്ഷാ സമിതിയിൽ ഉണ്ടായൊരു വിലയിരുത്തൽ മത അടിസ്ഥാനത്തിൽ നടന്നിരിക്കുന്ന ഒരു ഭീകരാക്രമണം എന്നത് തന്നെയാണ്. നേരത്തെ ഭാരതം ഇക്കാര്യം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയിരുന്നു. കാരണം കലിമ ഉൾപ്പെടെ ചെല്ലാൻ പറയുകയും അത് ചെല്ലാത്ത ആളുകളെയുമാണ് വെടിവെച്ച് കൊന്നത് എന്നത് ലോകം കണ്ട കാര്യമാണ്. അതിനാൽ ഇത് മത തീവ്രവാദികൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഇസ്ലാമിക മത തീവ്രവാദികളാണ് ഈ ആക്രമണം നടത്തിയത്. അതിനാൽ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് വേണ്ടത് എന്ന ആഹ്വാനമാണ് ഭാരതം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വെച്ചത്. ഇപ്പോൾ UN സുരക്ഷാ സമിതിയും ഏതാണ്ട് ഇതേ നിലപാട് ശരിവെക്കുകയാണ്. അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നു, അതിനെ ചെറുക്കാനോ അതിനെ തള്ളാനോ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല എന്ന വിമർശനം ഉയരുന്നുണ്ട്. ഒപ്പം അടുത്ത കാലത്ത് പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ചില ഭീഷണികൾ, പ്രത്യേകിച്ച് ഭാരതവുമായി ആണവ യുദ്ധത്തിന് തയ്യാറാകും എന്ന രീതിയിലേക്കുള്ള പ്രതികരണങ്ങൾ പാകിസ്ഥാനിലെ നേതാക്കൾ തുടർച്ചയായി നടത്തുന്നുണ്ടായിരുന്നു. അത് തെറ്റാണ് എന്നാണ് ഇപ്പോൾ UN സുരക്ഷാ സമിതിയുടെ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. അനാവശ്യമായ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ പാകിസ്ഥാനിലെ നേതാക്കൾ നടത്തിയെന്ന വിമർശനം ഉയർന്നു. മാത്രമല്ല ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോൾ സമിതിയിൽ അംഗങ്ങൾ പറയുന്നത്. അതായത് ഇന്ത്യയുമായി ചർച്ച നടത്തി വേണമെങ്കിൽ പ്രശ്നം പരിഹരിക്കാം, അല്ലാതെ UN ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഇതിൽ ഇന്ത്യ നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കാൻ തങ്ങൾ ഉണ്ടാകത്തില്ല. അതായത് പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ ഭാരതം നടത്തുന്ന നീക്കങ്ങളെ UN ഇടപെട്ട് തടയില്ല എന്ന സന്ദേശം ഇപ്പോൾ പാകിസ്ഥാന് ഈ സുരക്ഷാ സമിതി നൽകിയിരിക്കുകയാണ്. വീണ, അതേസമയം ഇതിനോടുള്ള പ്രതികരണം പാകിസ്ഥാന്റേതായി വന്നിട്ടുണ്ടോ? ഈ തിരക്കഥ അംഗീകരിക്കാൻ വിസമ്മതം എന്ന രീതിയിൽ തന്നെയാണ് UN സുരക്ഷാ സമിതിയുടെ മറുപടികൾ വന്നിരിക്കുന്നത്. മറ്റ് പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ടോ ഗൗതം? കാരണം ഈ വലിയ തോതിലുള്ള ഒരു വിമർശനം എന്ന രീതിയിൽ തന്നെയാണ് ഇത് UN ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഉഭയകക്ഷി ചർച്ചകൾ നടത്തണമെന്ന ഉപദേശം കൂടി നൽകിയിരിക്കുകയാണ്. അപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള നടപടികൾ നിരീക്ഷിക്കപ്പെടുമോ? വീണ, ഈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച നിലപാട് എന്നത് ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു. അതായത് ഭാരതം മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ തെറ്റാണ് എന്നിവർ പറയുന്നു. അതായത് നേരത്തെ മുംബൈ ഭീകരാക്രമണത്തിന്റെ കാലത്തെല്ലാം പാകിസ്ഥാന്റെ നിലപാട് ഇത് തന്നെയാണ്. അപ്പോൾ ഭാരതം തീർച്ചയായിട്ടും പറയുന്നത് ഇത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തതാണ്. പ്രത്യേകിച്ച് ലഷ്കർ ഇ തോയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരത, അതിന്റെ സ്ഥാപകനായിട്ടുള്ള ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ളവരും ഹാഫിസ് സയ്യിദിന്റെ ഉറ്റ അനുയായി സൈഫുള്ള ഖാലിദ് ഉൾപ്പെടെയുള്ളവരുമാണ് ഇത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എന്ന് ഭാരതം വ്യക്തമാക്കുന്നു. അതിന്റെ തെളിവുകൾ കൃത്യമായ ഭാരതത്തിന്റെ കൈകളിലുണ്ട്. അതിനാൽ ഇത് പാകിസ്ഥാനാണ് ചെയ്തത് എന്ന ഭാരതത്തിന്റെ നിലപാടിനെ ഖണ്ഡിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് ഇതിലൊരു സ്വതന്ത്ര അന്വേഷണം വേണം. ചൈനയുടെ ഒരു പിന്തുണയും അതിലുണ്ടായിരുന്നു. പക്ഷേ UN ഇപ്പോൾ ഇത് തള്ളുകയാണ്. ഉഭയകക്ഷി ചർച്ചയിലൂടെ ഭാരതവുമായി പ്രശ്നം വേണമെങ്കിൽ പാകിസ്ഥാൻ പരിഹരിക്കണം, അല്ലാതെ UN-ന്റെ ഒരു ഇടപെടൽ ഉണ്ടാകത്തില്ല എന്ന് തന്നെയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പാകിസ്ഥാൻ എന്തായാലും വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നേരത്തെ തന്നെ പല ലോകരാഷ്ട്രങ്ങളും പാകിസ്ഥാനോട് ഈ ഭീകരവാദികളെ കയറ്റി അയക്കുന്ന രീതി നിർത്തണം, ഭീകരതയ്ക്ക് കാവൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പരിശീലനം ഉൾപ്പെടെ നൽകുന്ന രാഷ്ട്രീയ നയം അവസാനിപ്പിക്കണമെന്ന് പല ലോകരാജ്യങ്ങളും പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതാണ്. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് കേൾക്കാൻ പാകിസ്ഥാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്ക് ഇപ്പോഴും താവളം അനുവദിക്കുകയും അവരുടെ ഭീകരന്മാർക്ക് കൂടുതൽ സുരക്ഷ നൽകി അവരെ പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നത് പാകിസ്ഥാനാണ്. അങ്ങനെയുള്ള ഇസ്ലാമിക ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാൻ ഇപ്പോൾ UN-ന്റെ ഈ നിലപാട് കനത്ത പ്രഹരമായിരിക്കുകയാണ്. വീണു, അതേസമയം ഇത് UN-ൽ ഉയർത്തിക്കൊണ്ട് വന്ന സമയത്ത് തന്നെ പാകിസ്ഥാൻ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ, അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച നടപടികളെല്ലാം തന്നെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണി ഉയർത്തുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ
പാകിസ്ഥാൻ നടത്തിയ അത്തരം നീക്കങ്ങളെല്ലാം തള്ളിപ്പോയി എന്ന് വേണം കരുതാൻ. അത് തന്നെയാണ് വീണ. അതായത് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ ഈ സ്വതന്ത്ര അന്വേഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ഭാരതം മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ തെറ്റാണ് എന്ന രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങൾ നൽകാനും ഒക്കെ ശ്രമിച്ചിരുന്നു. കാരണം പാകിസ്ഥാന് ഇതിൽ ഒരു ബന്ധവുമില്ല എന്ന പ്രതികരണമാണ് ആദ്യഘട്ടം മുതൽ തന്നെ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം നടത്തുന്നത്. പക്ഷെ അതിൽ ഒരു പുതുമയില്ല. കാരണം നേരത്തെ 2008 മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്തരം ഭീകരാക്രമണങ്ങളെല്ലാം നടത്തുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ നിയന്ത്രണത്തിലുള്ള ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും അതല്ലെങ്കിൽ അവരുടെ ജമ്മു കാശ്മീരിലെ അനുബന്ധ സംഘടനകൾ നേരത്തെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന സംഘടനകളാണ്. ഇതെല്ലാം പാകിസ്ഥാന്റെ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന പാകിസ്ഥാന്റെ മതപരമായ ആശയങ്ങൾ ഭാരതത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന വിശേഷിച്ച് ജമ്മു കാശ്മീരിനെ ഭാരതത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഭീകര ശക്തികളാണ്. ഇത് കൃത്യമായ ഇതിന്റെ തെളിവുകൾ പലതവണ ഭാരതം പാകിസ്ഥാന് മുന്നിൽ വെച്ചിട്ടുണ്ട്, ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ US നിന്നും ഇന്ത്യയിലേക്ക് വിട്ടു നൽകിയത് തന്നെ നമുക്കറിയാം. അത് ഭാരതം മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾക്ക് US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൃത്യമായി തന്നെ അതിനെ ശരിവെക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷമാണ് ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാവുകയും അതിൽ പാകിസ്ഥാനുള്ള പങ്ക് ഭാരതം ലോകരാജ്യങ്ങൾക്കും UN-ന്റെ മുന്നിൽ വെച്ചത്. UN നേരത്തെ ഇത് സംബന്ധിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ തന്നെ ഭാരതത്തിന്റെ പ്രതിനിധി പാകിസ്ഥാനെ തെമ്മാടി രാജ്യം എന്ന് പോലും വിശേഷിപ്പിച്ചിരുന്നു. കാരണം UN ഉൾപ്പെടെയുള്ള സ്റ്റേജുകളിൽ വന്നിരുന്ന് കൃത്യമായി ഭീകരതയ്ക്കെതിരെ സംസാരിക്കുകയും അതേസമയം തന്നെ ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഇ തൊയ്ബയ്ക്കുമൊക്കെ അഭയം നൽകുകയും ചെയ്യുന്ന ഒരു തെമ്മാടി രാജ്യമാണ് പാകിസ്ഥാൻ എന്ന പദപ്രയോഗമാണ് ഭാരതം അന്ന് നടത്തിയത്. തീർച്ചയായിട്ടും ഭാരതത്തിന്റെ ഇത്തരം നിലപാടുകളെ UN-ഉം സുരക്ഷാ സമിതിയും എല്ലാം ഉൾക്കൊള്ളുന്നു എന്ന് വേണം ഇപ്പോൾ പാകിസ്ഥാന് നൽകിയിട്ടുള്ള ഈ താക്കീതിലൂടെ മനസ്സിലാക്കാൻ. തീർച്ചയായും ശരി ഗൗതം. ഏതായാലും ഭീകരർ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടു എന്ന UN രക്ഷാസമിതി നിരീക്ഷിച്ചതും ഈ വിഷയത്തിൽ പാകിസ്ഥാനെ ആകെ ഒറ്റപ്പെടുത്തുകയാണ്. പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്.